അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമുക്ക് സീറത്തുൻ നബവിയ്യയുടെ 8ാമത്തെ ഭാഗമാണ് മനസ്സിലാക്കാനുള്ളത്. അത് അഹമ്മുൽ അഹ്ദാസി ഫി ഹയാത്തി അബ്ദുൽ മുത്തലിബ്, അതായത് അബ്ദുൽ മുത്തലിബിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അബ്ദുൽ മുത്തലിബിൻ്റെ ജീവിതത്തിൽ പ്രധാനമായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് സംസം കിണർ വീണ്ടും കണ്ടെത്തി എന്നുള്ളതാണ്. അബ്ദുൽ മുത്തലിബിന് സ്വപ്നത്തിലൂടെ സംസം കിണർ കുഴിച്ചെടുക്കാൻ അള്ളാഹു നിർദ്ദേശം നൽകി. പല ദിവസങ്ങളിലായി ലഭിച്ച സൂചനകൾ പിന്തുടർന്ന് കാബയ്ക്ക് സമീപം കിണർ കുഴിച്ചു. അവസാനം സംസം കിണർ കണ്ടെത്തി. അതിനോടൊപ്പം പുരാതന നിധികളും, അതായത് വാളുകൾ, കവചങ്ങൾ, കുറേ വേറെ മറ്റ് സാധനങ്ങളൊക്കെ ലഭിച്ചു എന്ന് പറയപ്പെടുന്നു. ഖുറൈശികൾ ആ കിണറിൽ അതിന് അവകാശം ഉന്നയിച്ചെങ്കിലും അബ്ദുൽ മുത്തലിബ് അത് നിരസിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് വിധി നിർണയത്തിനായി ഒരു സ്ത്രീ ഒരു കാഹിനിൻ്റെ, ഒരു ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സഹായം അദ്ദേഹത്തിനുണ്ടായി. വിധി തേടി ഷാമിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ മരുഭൂമിയിൽ വെള്ളം തീർന്നു. എല്ലാവരും ദാഹം കാരണം മരണഭീതിയിലായി. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് എല്ലാവരോടും കുഴി കുഴിച്ച് തയ്യാറാകാൻ വേണ്ടി നിർദ്ദേശിച്ചു. എന്നാൽ തുടർന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം ഒട്ടകത്തിൽ കയറിയപ്പോൾ അതിൻ്റെ കാൽ കീഴിൽ നിന്ന് ശുദ്ധജലം പുറപ്പെട്ടു. ഒട്ടകത്തിൽ കയറിയപ്പോൾ അതിൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് ശുദ്ധജലം പുറപ്പെട്ടു. എല്ലാവരും വെള്ളം കുടിക്കുകയും വെള്ളം ശേഖരിക്കുകയും അതുപോലെ തന്നെ പാത്രത്തിലാക്കുകയും ഒക്കെ ചെയ്തു. ഈ അത്ഭുതം കണ്ട ഖുറൈശികൾ സംസം കിണറിൻ്റെ അവകാശം അബ്ദുൽ മുത്തലിബിനാണെന്ന് പരിപൂർണമായും അംഗീകരിച്ചു കൊടുത്തു. അതിനാൽ കാഹിനയുടെ ജ്യോത്സ്യക്കാരൻ്റെ അടുത്തേക്ക് പോകേണ്ടതില്ലെന്ന് തീരുമാനിച്ച് അവർ മക്കയിലേക്ക് തന്നെ മടങ്ങി. 10 പുത്രന്മാർ ലഭിച്ചാൽ ഒരാളെ ഇനി ബലിയർക്കും എന്ന് അദ്ദേഹം നേർച്ച ചെയ്തു. അതായത് 10 പുത്രന്മാർ എനിക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഒരാളെ ബലിയർക്കും എന്ന് അദ്ദേഹം നേർച്ച ചെയ്തു. സംസം കിണർ കണ്ടെത്തിയ ശേഷം അബ്ദുൽ മുത്തലിബ് ഒരു നേർച്ച ചെയ്തു. എനിക്ക് 10 പുത്രന്മാർ ലഭിച്ച അവർ എന്നെ സംരക്ഷിക്കാൻ പ്രാപ്തരായ, അവരിൽപ്പെട്ട എന്നെ സംരക്ഷിക്കാൻ പ്രാപ്തരായ ഒരാളെ അള്ളാഹുവിന് വേണ്ടി ഞാൻ ബലിയർപ്പിക്കും എന്ന അദ്ദേഹത്തിൻ്റെ നേർച്ച, അദ്ദേഹം ആ നേർച്ചയിൽ ഉറച്ചു നിന്നു. പിന്നീട് ചരിത്രം പറയുന്നത് ആ നറുക്കെടുപ്പിൽ അബ്ദുള്ള, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയാണ് അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ആ നേർച്ച നിറവേറാൻ വേണ്ടി. പിന്നീട് ഒട്ടകങ്ങളെ പകരം ബലിയർപ്പിച്ചുകൊണ്ട് അബ്ദുള്ളാഹിനെ രക്ഷപ്പെടുത്തി. ഒട്ടകത്തെയാണ് അതിന് പകരം അർത്ഥത്. ഈ സംഭവം നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. അത് പിന്നീട് മറ്റൊരു അധ്യായത്തിൽ അത് വരും ഇൻഷാ അല്ലാഹ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ദുർബലമായ ബാലിശമായ ചില റിപ്പോർട്ടുകൾ ചില ആളുകൾ പറയാറുണ്ട്. അബ്ദുൽ മുത്തലിബ് സംസം കിണറിൽ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളതും ഒക്കെ കണ്ടെടുത്തു. അങ്ങനെ പല കാര്യങ്ങളും ആളുകൾക്കിടയിൽ പ്രചാരം നേടിയിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം ദുർബലമായ റിപ്പോർട്ടുകളാണ്. അതിനാൽ അവയെ ആധികാരിക ചരിത്രമായി ഒരിക്കലും നമുക്ക് സ്വീകരിക്കാനാവില്ല. ഈ ഭാഗത്തിൽ നിന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം വെക്കുന്നവർക്ക് അള്ളാഹു പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ സഹായം നൽകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സംസം കിണർ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു വലിയ അനുഗ്രഹമാണ്. ചരിത്രം പഠിക്കുമ്പോൾ, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കുമ്പോൾ സ്വഹീഹ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ ലഈഫ് റിപ്പോർട്ടുകളും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഓരോന്നും വേർതിരിച്ച് മനസ്സിലാക്കൽ നിർബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് അഹമ്മുൽ അഹ്ദാസി ഫി ഹയാത്തി അബ്ദുൽ മുത്തലിബ്, അതായത് അബ്ദുൽ മുത്തലിബിൻ്റെ പ്രധാനപ്പെട്ട ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.